Hi friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതൊരു ക്ലൈമാക്സ് എന്ന് പറയാം. നമ്മൾ ജേർണൽ പ്രിപ്പയർ ചെയ്തു, ലെഡ്ജർ പ്രിപ്പയർ ചെയ്തു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു. ഇനി ആ ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ്. ഇനി എന്തിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? അല്ലെ, എന്തിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു വർഷം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയർ നമ്മൾ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ വി വാണ്ട് ടു നോ വെദർ വി ആർ ഇൻ പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയണം. സ്വാഭാവികമായിട്ടും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ റിസൾട്ട് അറിയാൻ അയാൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും. മോർ ഓവർ, നമ്മുടെ ബിസിനസിന്റെ പൊസിഷൻ എത്രത്തോളം സ്ട്രോങ് ആണ്, നമ്മുടെ ബിസിനസ് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ബിസിനസ്സിന്. സോ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വി നീഡ് ടു പ്രിപ്പയർ ദീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രധാനമായും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായും 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പഠിക്കുന്നത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ലാസ്റ്റ് വൺ ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. This statement means trading and profit and loss account is prepared or maintained to know the financial result of the business. പലപ്പോഴും ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സാം നടത്തും, നമ്മൾ റിസൾട്ട് അറിയാൻ വേണ്ടി, അല്ലേ? സിമിലർലി ഒരു ബിസിനസ് ഒരു 1 year കവർ ചെയ്ത് കഴിഞ്ഞാൽ they will prepare financial statement, that is trading and profit loss account, to know whether they are in profit or loss. അവർ ലാഭത്തിലാണോ പോകുന്നത്, നഷ്ടത്തിലാണോ പോകുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്ന് പറയുന്നത്. ഫൈൻ, ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് ഇതിൽ രണ്ടിൽ നിന്നും, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഡിഫറെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോട്ട് ആൻ അക്കൗണ്ട്. ഇത് ഒരു അക്കൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടിന്റെ സ്വഭാവങ്ങൾ ഒന്നും നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണാൻ വേണ്ടി കഴിയില്ല. ബാലൻസ് ഷീറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ബിസിനസ്. ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. This trading and profit loss account is prepared to know the financial result. Then what about balance sheet? Okay, balance sheet എന്തിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞോ? No. Balance sheet പ്രിപ്പയർ ചെയ്യുന്നത് to know the financial position of the firm. എത്രത്തോളം ഫിനാൻഷ്യലി സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിനെയാണ്. ട്രേഡിംഗ് അക്കൗണ്ടിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതുപോലെ അതിന്റെ ഫോർമാറ്റ്, അതിലെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ട്രേഡിംഗ് അക്കൗണ്ട്. സോ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് നോർമലി പ്രിപ്പയർഡ് ടു നോ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബൈ കമ്പയറിംഗ് ഡയറക്റ്റ് എക്സ്പെൻസ് വിത്ത് ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് എക്സ്പെൻസിനെയും ഡയറക്റ്റ് ഇൻകത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഏത്? ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്? ഞാൻ ഇവിടെ പറഞ്ഞു ഡയറക്റ്റ് എക്സ്പെൻസിനെയും ഡയറക്റ്റ് ഇൻകത്തെയും കമ്പയർ ചെയ്യുന്നു എന്നുള്ളത്, അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് അറിയണം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു എക്സ്പെൻസിനെയും നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. സോ ഡയറക്റ്റ് എക്സ്പെൻസ് ആർ ദോസ് എക്സ്പെൻസ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്ന ഏതൊരു എക്സ്പെൻസിനെയും നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ അല്ലാത്ത എക്സ്പെൻസിനെയോ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡയറക്റ്റ് എക്സ്പെൻസിനെയാണ്. അതോടൊപ്പം ഡയറക്റ്റ് ഇൻകത്തെയും നമ്മൾ കൺസിഡർ ചെയ്യും, രണ്ടിനെയും കമ്പയർ ചെയ്യും. ദെൻ വി വിൽ ഫൈൻഡ് വെദർ ദർ ഈസ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. സോ ദാറ്റ്സ് അബൌട്ട് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി നമ്മൾ അതിന്റെ ഫോർമാറ്റിലേക്ക് കടക്കാം. അപ്പൊ ഫോർമാറ്റ് സാധാരണ ഒരു ലെഡ്ജർ അക്കൗണ്ട് പോലെ തന്നെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെയും ഫോർമാറ്റ്. മീൻസ് അതിന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്, അല്ലെ? പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, then amount column ഉണ്ട്, particulars column, amount, then you can see debit and credit.
ഹെഡിങ് ഇങ്ങനെയാണ് ഉണ്ടാവുക, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ്. ഓക്കെ, ഏത് വർഷത്താണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ 31 മാർച്ച് 2020 ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2020 എന്ന് നമ്മൾ ലേബൽ ചെയ്യും. ഓക്കെ, അതിന്റെ ഹെഡിങ് എഴുതും. Then on the debit side of this trading account, we will place all direct expenses. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് പ്ലേസ് ചെയ്യും. നമുക്കറിയാം എക്സ്പെൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്ന ഐറ്റം ആണ്, ശരിയല്ലേ? നമ്മൾ ജേണലൊക്കെ ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസ് വരുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യും. ദെൻ ഡയറക്റ്റ് ഇൻകം വിൽ ബി പ്ലേസ്ഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദിസ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസിനെ ഞാൻ എവിടെ വെച്ചു? ഡെബിറ്റ് സൈഡിൽ വെച്ചു. ഡയറക്റ്റ് ഇൻകത്തെ എവിടെ വെച്ചു? ക്രെഡിറ്റ് സൈഡിൽ വെച്ചു. Then we have to compare these two sides. ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പോവാണ് നമ്മൾ. കമ്പയർ ചെയ്തതിനു ശേഷം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമ്മൾ സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നത് പോലെ നമ്മൾ ഗ്രേറ്റർ സൈഡ് ഫൈൻഡ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഡയറക്റ്റ് ഇൻകം ആണ് കൂടുതൽ. ഡയറക്റ്റ് ഇൻകം സൈഡിൽ അറൌണ്ട് 10,000 rupees വരുന്നു. ഓക്കെ, ഡയറക്റ്റ് ഇൻകം സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എത്രയുണ്ട്? ടോട്ടൽ 10,000. ഓക്കെ, നമ്മൾ ടോട്ടൽ ചെയ്തു 10,000. സെയിം ടോട്ടൽ എടുത്ത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് ഇട്ടു. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ ഓൾറെഡി ഉള്ള എമൗണ്ട് 8,000 ആണ് സങ്കല്പിക്കുക. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ 10,000, ഡെബിറ്റ് സൈഡിൽ 8,000. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, അതുകൊണ്ട് നമ്മൾ അത് ടോട്ടൽ ചെയ്തു. സെയിം ടോട്ടൽ എടുത്ത് ഡെബിറ്റിലേക്ക് ഇട്ടു. ദെൻ ടേക്ക് ദ ഡിഫറൻസ്. ഓക്കെ, ഇപ്പൊ 10,000 മൈനസ് 8,000 യു വിൽ ഗെറ്റ് 2,000 ആസ് ഡിഫറൻസ്. ഓക്കെ, ഇവിടെ 2,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണെങ്കിൽ there will be gross profit. സോ ഈ 2,000 രൂപയെ നമ്മൾ ലേബൽ ചെയ്യും ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ, കാരണം ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണ്. ഓക്കെ, ദെൻ നേരെ തിരിച്ചും വരാം. എക്സ്പെൻസ് കൂടുതലും മീൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് കൂടുതലും ഡയറക്റ്റ് ഇൻകം കുറവാണെങ്കിൽ there will be ഗ്രോസ് ലോസ്. ഫോർ എക്സാമ്പിൾ നമ്മളെ ഡെബിറ്റ് സൈഡ് വരുന്നത്, ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നത് 5,000 ആണ്. ഓക്കെ, ദെൻ ഡയറക്റ്റ് ഇൻകം വരുന്നത് 3,000 ആണ്. നിങ്ങൾ ഏത് സൈഡ് ടോട്ടൽ ചെയ്യും? നോ ഡൗട്ട് ഡെബിറ്റ് സൈഡ് അല്ലേ? 5,000 ടോട്ടൽ ചെയ്തു. സെയിം ടോട്ടൽ എടുത്ത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തു. 5,000. ദെൻ ടേക്ക് ദ ഡിഫറൻസ്. ഓക്കെ, 5,000 എന്ത് കുറയ്ക്കുക? 3,000 കുറയ്ക്കുക. യു വിൽ ഗെറ്റ് 2,000 ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. അതിന് എന്ത് ലേബൽ ചെയ്യും? എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവാണ്. സോ ദർ ഈസ് ഗ്രോസ് ലോസ്. നമ്മൾ ലേബൽ ചെയ്യും ഗ്രോസ് ലോസ് ക്യാരി ഡൗൺ. ഗ്രോസ് ലോസ് ക്യാരി ഡൗൺ. സോ ഇതാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത്. മീൻസ് കമ്പയർ ചെയ്യുന്നു. എന്തിനൊക്കെ കമ്പയർ ചെയ്യുന്നു? ഡയറക്റ്റ് എക്സ്പെൻസിനെയും ഡയറക്റ്റ് ഇൻകത്തെയും കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ റിപ്പോർട്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ട്രേഡിംഗ് അക്കൗണ്ട്. ഇൻഡോഡമി ഓൺലൈൻ അക്കാദമി, വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കൊപ്പം.